ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ലോണ്ട്രി ഏരിയയുടെ ഡെക്കറേഷനാണ് കേട്ടോ. ലോണ്ട്രി ഏരിയ നമുക്ക് എത്രത്തോളം നീറ്റായിട്ട് സൂക്ഷിക്കാവുന്നതിന് ഒരു ചെറിയൊരു ഐഡിയാസ് പറഞ്ഞു തരുവാണ് കേട്ടോ. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് ഈ ലിക്വിഡ്സ് സൂക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മൾ വാഷിംഗ് മെഷീൻ ലിക്വിഡ്സ് നമ്മൾ എപ്പോഴും അടുത്ത് തന്നെ വെച്ചിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്കതെടുത്ത് യൂസ് ചെയ്യാം. അത് മാറ്റിയൊക്കെ വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പാടില്ല. ഇതുപോലൊരു പാത്രത്തിൽ നമ്മളിങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അതെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വാഷിംഗ് മെഷീനിൻ്റെ ഫ്രണ്ട് എപ്പോഴും അതൊരു എന്തെങ്കിലും ഒരു ടവലോ എന്തെങ്കിലും കൊണ്ട് നമ്മളിങ്ങനെ ഇട്ടേക്കുന്ന ഒരു ഭംഗിയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള നമ്മൾ മേലത്തെ നമ്മുടെ ഡ്രോയിങ് റൂമിലാണ് നമ്മൾ വെച്ചേക്കുന്നത്. അപ്പം അത് അത്രയും സ്ഥലം നീറ്റായിട്ട് ഇട്ടിരുന്നുണ്ടെങ്കിൽ അതൊരു വൃത്തികേടായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്തേക്കുന്നത്. പിന്നെ നമ്മളിതുപോലെ ഒരു ബാസ്ക്കറ്റ്, ഈ ബാസ്ക്കറ്റ് നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആണ്. ഇത് ഇങ്ങനത്തെ ബാസ്ക്കറ്റ് വെക്കുവാണെങ്കിൽ ഇത് ഒരെണ്ണോ രണ്ടെണ്ണോ രണ്ട് സൈഡിലായിട്ടോ ഒക്കെ വെക്കാം. അങ്ങനെ വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോത്ത്സ് ഇതിനകത്ത് വെക്കുവാണെങ്കിൽ ആ സമയത്ത് എപ്പോഴാണോ വാഷ് ചെയ്യാൻ തോന്നുന്നത് അപ്പോൾ ആ സമയം നമുക്കിതെടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ റൂമുകളിൽ പോയി സാധനങ്ങളെടുത്ത് അങ്ങനെ ചെയ്യേണ്ടി വരും. ഇതാകുമ്പോഴത്തേക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. നമുക്ക് എടുക്കേണ്ട തുണികൾ അപ്പോൾ എടുത്ത് നമുക്ക് വാഷിംഗ് മെഷീനിലിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ എപ്പോഴും നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഇതിപ്പോൾ നമുക്ക് പുറത്ത് വെളിയിലോട്ട് പോകുന്ന റൂമാണ്, വെളിയിലോട്ട് ഇറങ്ങുന്ന എൻട്രൻസിൻ്റെ വാതിലാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ വെച്ചിരിക്കുവാണെങ്കിൽ നമുക്ക് എപ്പോഴും ഡ്രസ്സൊക്കെ നമ്മൾ വാഷ് ചെയ്തിട്ട് നമുക്ക് ബക്കറ്റിലെടുത്ത് കൊണ്ട് വിരിക്കാൻ എളുപ്പമായിരിക്കും. നമ്മളല്ലാതെ നമുക്ക് സ്പേസ് അങ്ങനത്തെ അല്ലാത്ത സ്ഥലത്ത് വെച്ചിരുന്നാൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് കൊണ്ട് വയ്ക്കാനൊക്കെ. പിന്നെ ഉള്ളത് നമ്മൾ വാഷിംഗ് മെഷീൻ ഏരിയ വെക്കുന്ന സ്ഥലം ഒന്ന് നീറ്റാക്കി ഇട്ടെന്നാൽ അതിൻ്റെതായ ഭംഗിയുണ്ടാവും. ഇതുപോലെ പ്ലാന്റ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ആൻറ്റിക് സാധനങ്ങളോ എന്തൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം അവരുടേതായ രീതിയിൽ നമുക്ക് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. മെയിനായിട്ട് നമ്മൾ എപ്പോഴും ഈ ലിക്വിഡ്സ് സൂക്ഷിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മൾ ഈ ക്ലോത്ത്സ് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇങ്ങനെ ആകുമ്പോഴത്തേക്കും. അതുപോലെ തന്നെ ഇടയ്ക്ക് വാഷിംഗ് മെഷീൻ നമ്മൾ നല്ലതായിട്ട് ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതിലിപ്പോൾ തുണി കിടക്കുവാണ്, അതുകൊണ്ട് എനിക്ക് തുറന്ന് കാണിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, നീറ്റ് ഇടയ്ക്ക് നമ്മൾ അതിൻ്റെ വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യുന്ന ലിക്വിഡ് പോലത്തെ സംഭവം വാങ്ങാൻ കിട്ടും, ഒരു ടാബ്ലറ്റ്സ് പോലത്തെ. അതിട്ട് നമ്മൾ നീറ്റാക്കുവാണെങ്കിൽ വാഷിംഗ് മെഷീനാകും ഇടയ്ക്ക് നീറ്റായിട്ടിരിക്കും. അത് മാത്രമല്ല നമുക്ക് തന്നെ ഇച്ചിരി വിനീഗറും വിം ജെല്ലോ ഒക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ സോഫ്റ്റ് സൊല്യൂഷൻസ് ഒക്കെ വെച്ച് നീറ്റായിട്ടൊന്ന് ക്ലീൻ ചെയ്യാവുന്നതാണ് ഇടയ്ക്കൊക്കെ. അപ്പം ബാക്ടീരിയയും കണ്ടാമിനേഷൻ അങ്ങനെ ഒന്നും വരാതിരിക്കും. ഓക്കെ, ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.